Good. നമസ്കാരം. സൂര്യ ടി.വി. വാർത്തകൾക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് എന്റെ ഉമ്മാന്റെ അളിയ മകൻ വീരാൻകുട്ടിയുടെ അനിയൻ യാക്കൂബൂട്ടി. പ്രധാന വാർത്തകൾ. കാലാവസ്ഥ വീണ്ടും ഊമ്പിത്തിരിഞ്ഞ് കേരളത്തിൽ. സുനാമിയിൽ കാണാതായ സുലൈമാനെ ബംഗളൂരിൽ കണ്ടെത്തി. ഉമ്മൻചാണ്ടിയെ അച്യുതാനന്ദൻ കൊന്നരങ്കാട്ടി പുച്ഛിച്ചു തള്ളി. തൂറാൻ മുട്ടി 3 പേർ മരിച്ചു, 45 പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. അലാഖിന്റെ അഭിനന്ദൻ ഇതാരാണ് പോകാൻ വരുന്നത്? ഹലോ ഹലോ, കസ്റ്റമർക്ക് പണ്ടാർ ഇറങ്ങാൻ വേണ്ടിട്ട്. ഹലോ, ഇവർക്കൊന്നും പണിയില്ലേ കുട്ടികൾ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥ വ്യതിയാനം ഭയങ്കര മാറ്റമെന്ന് കേരളത്തിൽ. അലാഖിന്റെ അഭിനന്ദൻ ഏതൊക്കെ സൈഡിൽ പോയിട്ടിരിക്കുക. ഓരോരുത്തർക്ക് തലപ്പിലാൻ നോക്കാൻ വേണ്ടിട്ട് ഓരോന്ന് വരും. നമ്മളെവിടെ നിർത്തിയ കാലാവസ്ഥ വ്യതിയാനം കേരളത്തിൽ ഭയങ്കര മാറ്റമെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ കുറച്ച് മഴയും കൂടുതൽ വെയിലും. വെള്ളത്തിന് ക്ഷാമമില്ല. അരമണിക്കൂർ മഴ പെയ്തതിന് 3/4 മണിക്കൂറോളം വെള്ളപ്പൊക്കം സംഭവിച്ചത് തളിപ്പറമ്പിലാണ്. സുനാമിയിൽ ഒലിച്ചുപോയ സുലൈമാനെ കോഴിക്കോട് മുക്കം ഭാഗത്ത് കണ്ടെത്തിയത് ഇതെന്താണ് എഴുതിക്കൂട്ടീന്. ഉസ്മാന്റെ തല വേർപെട്ടിരുന്നു കണ്ടെത്തിയ ടൈമിൽ. ഉമ്മൻചാണ്ടിയെ അച്യുതാനന്ദൻ കൊന്നരങ്കാട്ടിയെന്ന് ആക്ഷേപിച്ചു. കാരണം ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും കൂട്ടിയടിക്കുമ്പോഴാണ് സംഭവിച്ചത്. അച്യുതാനന്ദൻ പറഞ്ഞു ഉമ്മൻചാണ്ടി കള്ളക്കളി കളിച്ചെന്ന്. ഇതിനെ തുടർന്ന് ഉണ്ടായ പ്രശ്നമാണ് ഈ സംഭവങ്ങൾക്കെല്ലാം കാരണം. തൂറാൻ എന്ന ബസ് തളിപ്പറമ്പിൽ നിന്നും ശേണ്ടാവരത്തേക്ക് പോകുമ്പോഴാണ് കൂട്ടിമുട്ടിയത്. അതിൽ 3 പേർ മരിക്കുകയും 35 പേർക്ക് പരിക്കുണ്ടാവുകയും ചെയ്തു. മൊത്തം 20 പേർ ബസ്സിൽ ഉണ്ടായിരുന്നു. മഴ കേരളത്തിൽ അപൂർവമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. എന്തുകൊണ്ടെന്നാണ് അറിയുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നതാണ്. പണ്ടാരയുടെ മൂട്ട അടിച്ചിട്ട് നിക്കാൻ കഴിഞ്ഞില്ലാടാ. ഫുള്ള് മൂട്ടന്നെ മരുന്നടിക്കണോ? അവരോട് പറയണോ മൂട്ടന്നെ മരുന്ന്? പണ്ടാരം മുക്കോല മുക്കാപ്പില ലൈല ഓ ലൈല സക്കാപ്പില മുക്കാപ്പില ലൈല ഓ ലൈല. വാർത്തകൾ വീണ്ടും. ഉസ്മാന്റെ കിണറിൽ 3 മീൻ വിഷം കഴിച്ചു ചത്തു. എന്തുകൊണ്ടെന്നാണ് സംഭവിച്ചെന്നറിയില്ല. മീനുകളുടെ ബോഡി പണ്ടാറ് അടങ്ങി പോയിട്ടിരിക്കടാ. മീനുകളുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചിട്ടുണ്ട്. ഉസ്മാന്റെ ബൈക്ക് വെള്ളത്തിൽ വീണു. ബൈക്കിന്റെ ഉള്ളിൽ വെള്ളം കയറിയതിന് ഉമ്മ വീട്ടിൽ നിന്നും പുറത്താക്കി. മദ്യം കഴിച്ച് മരിച്ച 3 ചെത്തുതൊഴിലാളികൾക്ക് ഗവൺമെന്റ് എല്ലാ ദിവസവും ഓരോ കുപ്പി വീതം കൊടുക്കുന്നതാണ്. സ്കൂട്ടറിന്റെ സൈലൻസർ പൊട്ടി 3 പേർക്ക് പരിക്ക്. 3 പേർ ആശുപത്രിയിലുമുണ്ട്. വാർത്തകൾ കഴിഞ്ഞു. മഗ്‌രിബ് ബാങ്കിന് ടൈമായി. നിസ്കരിക്കാൻ പോയിക്കട്ടെ. ആക്ഷൻ.